ഹലോ ഗായ്സ്, നമ്മളിന്ന് കടയ്ക്കിൽ നമ്മൾ പോകാൻ പോകുന്നത് നന്നു ചേട്ടൻ്റെ ഇതേ കടയിലേക്കാണ്. അവിടെ പുട്ടും പഴവും എല്ലാ സാമഗ്രിയും ഉണ്ട്. നമുക്ക് നന്നു ചേട്ടനെ കാണാൻ പോകാം. ഇതിൻ്റെ സ്പോട്ട് വരുന്നത് നമ്മൾ ആൽത്തറമൂട് അവിടെ നിന്ന് കയറി വരുന്ന ആ ഒരു വളവിലായിട്ടാണ്. നമ്മൾ നന്നു ചേട്ടൻ്റെ ഇതേ കടയിലേക്കാണ് പോകുന്നത്. ഹായ് നന്നു ചേട്ടാ. ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ പുട്ട്, പപ്പടം, ബിരിയാണി, ചിക്കൻ ഫ്രൈ, ചിക്കൻ കാല്, കോഴി, ചിക്കൻ ഫ്രൈയും ചിക്കൻ കാലും ഉണ്ട്. പൊറോട്ട, ബിരിയാണി, 2 ബിരിയാണിയായി. മന്തി ഇല്ലേ? മന്തി ഉണ്ട്. അതും എല്ലാം ഇവിടെ ഉണ്ട്. ചിക്കൻ കറിയുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ ചേട്ടനുണ്ടാക്കി ഏതെങ്കിലും ഒരു ഫുഡിങ് എടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയേനെ. പാത്രമൊന്നുമില്ലേ ഇവിടെ? കുടിച്ചു നോക്കാൻ എന്താണ്? ഞാൻ ഉണ്ടാക്കിയില്ല. ഒരു പെറോട്ടയും ഒരു ശകല ചിക്കൻ കറി തന്നാൽ മതി. ഇതിപ്പോ ഞാൻ നന്നുവേട്ടന് പിറകെ ഓടണമല്ലോ. ഇപ്പൊ ഞാൻ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കും. അല്ല, ഒരു പെറോട്ടയെങ്കിൽ തന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇന്ന് നോട്ടെ, കുറച്ചേരായി ചോദിച്ചിട്ട്. പിന്നെ ചേട്ടാ, കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഇതിലൊന്ന് പറയാം. അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? പിന്നെ എത്ര ജോലിക്കാരുണ്ട് ഇവിടെ? 5 പേരുണ്ട്. ചേട്ടനാണോ മുതലാളി? ചേട്ടനാണ് മുതലാളി. ഇവിടെ ഗൈസ്, ഇവിടെ വണ്ടിയൊക്കെ പറഞ്ഞു വിടാൻ ഇവിടെ വണ്ടിയൊക്കെ പറഞ്ഞു വിടാൻ ഒരു കശൂരിറ്റി ഉണ്ട്. ഇവിടെ കശൂരിറ്റി ഗേറ്റിന്റെ വെളിയിലാണ് നിൽക്കുന്നത് കേട്ടാ. പിന്നെ ഇവിടെ വേറെ ജോലിക്കാരൊന്നും ഇല്ലേ? പിന്നെ ചേട്ടൻ ഒറ്റയ്ക്കാണ് ഇവിടെ മാനേജ് ചെയ്യുന്നത്? പിന്നെ അടുക്കളയിൽ ചേട്ടന് മാത്രമല്ലേ കാണുന്നുള്ളൂ? വേറെ എല്ലാവരും ചായ ഉണ്ട്. ഇപ്പൊ ചേട്ടൻ മാത്രം എങ്ങനെ? പിന്നെ ഒരു ദിവസം എത്ര രൂപ കിട്ടും? 5 രൂപ. ഓ, 5 രൂപ കടയാണ് നമ്മുടെ ചേട്ടൻ്റെത്. എന്ത് കഴിച്ചാലും 5 രൂപ മാത്രം. ഈ 5 രൂപ വെച്ച് ദിവസ വരുമാനമൊക്കെ നടക്കുമോ? നടക്കും. അതവിടെ നിന്ന് പോയി. പിന്നെ ഇതിപ്പം നമുക്ക് ഇനി കഴിച്ചു നോക്കാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ചിക്കൻ തിന്നാൻ ഇനിയിപ്പം അടിപൊളി ചിക്കൻ കറി. ഇത് ചേട്ടൻ ഒറ്റയ്ക്കുണ്ടാക്കിയതാ? ഇതിൽ എന്തൊക്കെ ഇട്ടു? ഉപ്പ്, പഞ്ചസാര. ഓ, ഉപ്പും പഞ്ചസാര ഇട്ട് ചിക്കൻ കറി. ഇത് നാരങ്ങ വെള്ളം തന്നെ ഞങ്ങളൊക്കെ പറയുന്നത്, ഉപ്പും പഞ്ചസാര ഇട്ടത്. പിന്നെ വേറെ പൊറോട്ടയില് ഉപ്പിട്ട്. പിന്നെ ഈ കറിയുടെ ഇത്ര ടേസ്റ്റ് വരാനുള്ള കാര്യം എന്താണ്? അത് എന്റെ പാത്രം നല്ല സോഫ്റ്റ് ആയിരിക്കുന്നുണ്ട്. എന്റെ പുതിയ കറിയിൽ നിന്ന് ഒരു ഓർഡർ ആള് വന്നിട്ടുണ്ട്. നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ. അപ്പം നമുക്ക് ഒന്നിച്ചൊരു ഹായ് പറയാം. ചേട്ടൻ വരൂ. ചേട്ടനെ ബൈ.